നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ എൻ്റെ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് ഇട്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലെറ്റ്സ് പ്ലേ സീരീസുമായിട്ടാണ്. അപ്പോൾ നമുക്കത് തുടങ്ങാം. ഒരു വേൾഡ് ഡിലീറ്റ് ആക്കണം എന്തിനും. അപ്പോൾ നമുക്ക് ലെറ്റ്സ് പ്ലേ സീരീസിന് ലെറ്റ്സ് പ്ലേ എന്നിടാം. എന്ത് ഞാൻ ഈ കാണിക്കുന്നത്? ലെറ്റ്സ് പ്ലേ. ഓക്കെ, ഇനി എന്തുവാ? ഇനിയും ഈ ലെറ്റ്സ് പ്ലേ സീരീസ് കഴിഞ്ഞിട്ട് ഹാർഡ് കോർ ഒക്കെ വരും. അതോ ഹാർഡ് കോർ നേരത്തെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളെല്ലാം നടത്തും. സീഡ് ചുമ്മാ അങ്ങ് അടിക്കാം. ഏതേലും ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്തോ വില്ലേജിൻ്റെ അടുത്തോ എല്ലാം കൊണ്ട് സ്പൂണാക്കണേ ഭർത്താവേ. അവിടെ കാണാൻ കൊണ്ട് സ്പൂണാക്കണേ. ഓക്കെ ഗൈസ്, സീഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ശ്രദ്ധിക്കണ്ട, പനിയാണ്. ഇതുവരെയായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാതുണ്ട്, ലൈക്ക് ചെയ്യാട്ടാ. റോഡ് ടു 20 സബ്. ഓക്കെ, 20. ഇതെവിടെ നല്ല സ്പൂണ്. ആ കൊള്ളാം. ഞാൻ ഇങ്ങനെ ഒരു പ്ലെയിൻ ബയോം കണ്ടുപിടിച്ചിട്ട് വില്ലേജ് ചേർക്കണം. ഇത് ഫുള്ള് കാടാണോ? അയ്യോ വീണേ. നിൽക്കുന്ന നോക്കി അറ്റത്ത് നിൽക്കുന്ന ഗൈസ്. ഇവിടെ നമുക്ക് വുഡ് എടുക്കാം. വുഡ്. അയ്യോ ഇച്ചിരി കുഴിച്ചത് ഇച്ചിരി മാറിപ്പോയി ഗൈസ്. ഒരര ഹാർട്ടും പോയി എൻ്റെ. ഞാൻ അതില്ലെന്ന്. ഓക്കെ ഗായ്സ്, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തതുകൊണ്ട് സബ് കൂടെ ചെയ്ത് വെച്ചേക്കുക. എല്ലാം അങ്ങനെ അടിച്ച് പൊട്ടിച്ചേക്കുക. സബൊക്കെ ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അങ്ങ് ഇതാക്കിയേക്കുക. ടിങ് ടിങ്. എത്ര കിട്ടിയേ പോരെ. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് പണിയാം. അയ്യോ ഇച്ചിരി വാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തോ വുഡ് തേക്ക്. ഓക്കെ, എല്ലാം ഫാസ്റ്റ് ആയിരിക്കണം. രാത്രിയാകുന്ന എന്നും ബെഡ് ഉണ്ടാക്കണം. ഒരു പിക്കാക്സ് മാത്രം മതി തൽക്കാലം നമുക്ക്. എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോൺ മൈൻ ചെയ്ത് സ്റ്റോണിലോട്ട് ഇതെല്ലാം കൺവേർട്ട് ചെയ്യണം നമുക്ക്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ, മറക്കാതെ കമൻറ്റ് വിട്ടേക്കണേ. അയ്യോ ഫുഡ് വരുന്നു. ഞാൻ റിയൽ ലൈഫിൽ മൃഗസ്നേഹിയാണ്. ഗെയിമിൽ പിന്നെ കൊണ്ടുവരുന്നത് റിയൽ ലൈഫിൽ അപ്പോഴും ഇനിയും ഈ ഒരു അര ഇതുകൂടെ ഉണ്ട്. അതുകൂടെ നമുക്ക് ഫുള്ളാക്കാൻ ഒരു റോ ബീഫ് വേണം. അതിന് മറ്റേ നമ്മുടെ അമ്മിണിക്കുട്ടിയെ കണ്ടുപിടിക്കാം. അമ്മിണിക്കുട്ടി ഇവിടെ ആട് നിൽക്കുന്നു. ആട് എനിക്കിനി ഡൈ ചെയ്തിട്ട് പൂവൊന്നുമില്ല. പിക്കാക്സ് കൂടെ എടുക്കുമല്ലോ. അല്ല ഇതെന്തോ
അപ്പൊ തന്നെ തീർന്നു. എൻ്റെ അമ്മോ, ഇതെന്തുവാ ഇത്? ഓക്കെ, പിങ്ക് ഡൈ ഓക്കെ, പിങ്ക് ഡൈ പറ്റും. അപ്പോൾ പിങ്ക് ഇതുണ്ടാക്കാം നമുക്ക്. ഓക്കെ, ഐക്യു പ്ലേ. ഇനി വെറൈറ്റി ആളിനെ കിട്ടിയാൽ നമുക്ക് അതിനെ ഡൈ ചെയ്തെടുക്കാം. ഡൈ, നമ്മുടെ പിങ്ക് ഡൈ ഉണ്ട്. ഏത്? ഓ, ഇനി ഡൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒരു വില്ലേജ് കിട്ടി. അപ്പോഴാ ഇതെന്ത് വലിയ വില്ലേജാണോ? എന്തുവാ ഇത്? ആണ്ടോ, നിങ്ങളൊന്ന് നോക്കിയാൽ ഇവിടെ ഇതിനകത്ത് 2 വില്ലേജ്. അടിച്ചൊരു നല്ല സീഡാ കേട്ടോ. 2 അല്ലെന്ന് തോന്നുന്നു. എന്തേലും ഒക്കെ ആട്ടെ ഗൈസ്. നമുക്ക് അങ്ങോട്ടൊരു വുഡൻ പിക്കാക്സ് പിടിച്ചോണ്ട് പോകാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് സ്റ്റോൺ മൈനിങ്. ഇതൊരു വലിയ കേവാണോ? ഓക്കെ, 11 സ്റ്റോൺ ഒന്നും ഒന്നിനും ആകത്തില്ല. പിക്കാക്സ് പെട്ടെന്ന് ഒടിയാറായിരുന്നു. ഉടൻ പിക്കാക്സ് പെട്ടെന്ന് നോക്കത്തില്ല. ഓക്കെ, എൻ്റെ മനസ്സിനോട് പറയുന്നു ഇത്രയും മതിയായിരിക്കുമെന്ന്. ഓക്കെ, ഒരു ഇതുണ്ടാക്കാം, ഒരു ആക്സ് ഉണ്ടാക്കാം, ഒരു പിക്കാക്സും ഉണ്ടാക്കാം. എല്ലാ വെപ്പണും ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ഇത്രയും. നമുക്കിനി നേരെ വില്ലേജിലോട്ട് പോകാം. ഓ, നല്ലത്. ഇവിടെ ഹൈവേയിലുണ്ട്. ബട്ട് ഇത് കളക്ട് ഓക്കെ. നമുക്ക് വീറ്റ് ഉണ്ടാക്കി, വീറ്റ് കൊണ്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ഇവിടുന്ന് എന്തെങ്കിലും ക്ലച്ച് ചെയ്യാൻ പറ്റിയ നമുക്ക് നോക്കാം. ക്ലച്ച് ഫുഡ് നമുക്ക് അത്ര ഇല്ല ഗൈസ്. എന്താ ഇതൊക്കെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അയണിനുള്ള വഴിയുമായി. ഇവനെ നമുക്ക് തട്ടാം. ഓക്കെ, ഇനിയിപ്പോ എന്താ പറയാനാ? ചത്ത്. എടാ, ഒരു വില്ലേജ് കണ്ടുപിടിച്ച് അവിടുന്ന് ചത്തിരിക്കുന്നു. എന്താടാ ഇത്? ഇവിടുന്ന് ചാടിയാലോ? വേണ്ട, വെറുതെ ഫോൺ കാണിക്കണം. ഇനി നമുക്ക് ആ വില്ലേജ് തപ്പി ഇറങ്ങാം. അല്ലാതെ നമുക്കിനി അത് ഡിസ്പോണായി പോവായിരുന്നാ മതിയായിരുന്നു. ഇഷ്ടമല്ലേ ചാവുന്നത് മൈൻക്രാഫ്റ്റ്? ഞാൻ പിന്നെ ഒരു പ്രോ ആയതുകൊണ്ട് ചാവാറേ ഇല്ല ഗൈസ്. ഞാൻ ചത്തിട്ടുള്ളത് കുറവാണ്. അങ്ങനെ ചത്തിട്ടില്ല. ആ വില്ലേജ് എടുത്ത് തന്നെയായിരുന്നു. നമ്മളാ വുഡൊക്കെ വുഡൊക്കെ പൊടിച്ചോണ്ടിരുന്നായിരിക്കും നമ്മൾ സമയം പോയി നമ്മൾ അറിയാൻ. ഇവിടുന്നൊന്നും കളിച്ചൊന്നും പറ്റത്തില്ല. ഗായ്സ്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്. ഇതൊന്ന് പറ്റുമോ അവിടെ ചെയ്യാൻ? ചത്താനെ ഞാൻ ഒരു ക്ലച്ച് ചെയ്യാൻ നോക്കിയതാണ്. നല്ല പണി കിട്ടി. മറ്റേ ഡ്രീമിനെയും ടെക്നോബ്ലേഡിനെയൊക്കെ കൂട്ട് ഡ്രീമൊക്കെ ചാടിയിട്ടുള്ളവർക്ക് വരും.
ഐ ഡോണ്ട് ലൈക്ക്. ഇത് എന്തുവാണ്, എത്ര തവണ ഫെല്ലായാ മരിക്കുന്നത്? അയൺകോലത്തിൻ്റെ ഒന്നും സ്ലൈനായല്ല നമ്മൾ മരിച്ചത്. നമ്മൾ അയൺകോലം അടിച്ച് നമ്മളെ, എന്നിട്ട് നമ്മൾ തെറിച്ച് പോയി. ഞാൻ ഇതാക്കിയതാണ്, തറയിൽ വീണ് ചത്തയാണ്. അങ്ങനെ ഗൈസ് വീണ്ടും നമ്മൾ ആ വില്ലേജ് കണ്ടുപിടിച്ച് വന്നിരിക്കുന്നു. എന്നെ അടുത്ത് ഇവിടെ വെച്ച് കൊന്ന, അതാണ് എൻ്റെ ഐറ്റംസ് എല്ലാം ടീസ്പൂൺ ആവാതെ അവിടെ തന്നെ നടക്കുന്നു. ആണ്ടോ എൻ്റെ സ്റ്റിച്ച് മുട്ടേ ഞാൻ വന്നു. ഇനി അയൺകോലുമായിട്ട് നമുക്ക് റിവെഞ്ച് തീർക്കണ്ടേ? കുറച്ച് അയൺ എടുക്കാനല്ലടാ അയൺകോലോ ഞാൻ നോക്കിയുള്ളൂ. ഇനി ഇവിടെ നിന്ന് വാഞ്ഞം അടിച്ചോണ്ട് നിന്നാലേ രാത്രിയാവും. അപ്പോഴത്തേക്കിന് കുറേ വന്യമൃഗങ്ങൾ. ഇതെന്തോ ഇതിലെങ്ങനെ ബെഡിലല്ലല്ലോ കിടക്കുന്നേ? ഒരു ക്യൂട്ടി ഇറങ്ങണ്ടേ മോനെ? നീ ഒരു കാര്യം ചെയ്യും, നീ എണ്ണീക്ക്. ബട്ട് നീ എവിടെ നിന്ന് ഇറങ്ങണ്ട. നീ ഇറങ്ങിയ നീ ചത്തുപോയി ഇറക്കാം. അവിടെ സ്കെൽട്ടണും സോംബിയും ഒക്കെ ഉണ്ട്. വന്യമൃഗങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. കുറെ ക്രീച്ചേഴ്സ് സോംബിയൊക്കെ ഇറങ്ങും. താണ്ടായിക്കുന്നു. എൻ്റെ അടുത്ത് കളിക്കില്ല. അവനും പണി എടുത്തു. എന്നെ അടിച്ചാലോ? എനിക്ക് കുറച്ച് അയണിന് ആവശ്യം. എടാ മോനെ, എൻ്റെ അയണില്ല, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. നീ ഇനി ജീവിച്ചിട്ട് കാര്യവുമില്ല. അത് കൊള്ളാം, മൈൻഡ് ചെയ്യാതെ പോകുന്നില്ലേ? നിന്നെ രക്ഷപ്പെടുത്തി എന്നെ ഞാൻ വിചാരിച്ചാലേ കൊല്ലണ്ടാവും. അതും പോലെ തന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഇവിടെ ഞാൻ പിന്നെ അടിച്ചു വിടും. ബുദ്ധി വന്നു. എനിക്ക് അടിക്കാൻ പറ്റാത്ത പണി പാടുന്നു. ഞാൻ അവിടുത്തെ പണി പാളിയുന്നു. ഫുഡില്ല. എനിക്ക് ഫുഡേ വേണം. ഫുഡ് ഒരടി അയൺ കിട്ടി. കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. വീറ്റൊത്തിരി വേണം ഗൈസ് നമുക്ക്. വീറ്റ് നല്ല ആവശ്യമാണ്. അത്ര സിസ്റ്റാക്ക് വീറ്റോ. എത്ര ബെഡ്റ് കിട്ടി? ബെഡ്റോ? ബ്രെഡ് എന്ന് പറഞ്ഞ ബെഡ്റ് കേട്ടോ. ദാണ്ട കാണിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ വേണ്ട, ഇവിടെ നിന്ന് ഷോ കാണിച്ചാലേ പണി കിട്ടും. നിനക്ക് ഷോ കാണിക്കുന്നുണ്ടോ? മഴ പെയ്യുന്നുണ്ടല്ലേ നീയൊക്കെ ഇങ്ങനെ കാണിക്കില്ലേ? എൻ്റെ കോടാലും അവിടെ അയൺ നമ്മുടെ പിക്കാക്സ് സ്കെൽട്ടൺ ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നല്ല പണിയെ കിട്ടാൻ പോകുന്നു. ഓടിച്ചെന്നവനെ ഞാൻ കൊന്നാലോ?
വേണ്ട വേണ്ട വേണ്ട, അവൻ നമ്മളെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഓടിക്കോ ഓടിക്കോ. മഴ ഇല്ലായിരുന്നേ, നീ എന്തോ ചെയ്യുന്നു? സോർഡ് കൊണ്ട് അടിച്ച് ഇവൻ ചാവ് കൊടുക്കുന്നു. ഇതൊന്ന് നാണ്ട വരുന്നു. ഇതാരാ? ഇത് നമുക്ക് മനസ്സമാധാനമായിട്ട് വ്യായാമം എടുക്കാം. രണ്ടായണം ഉണ്ടാക്കിയ ഒരു സോർഡ് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. ഗൈസ്, ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. കുറേ പാർട്ട് കാണും ഇതിൻ്റെ. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ലെറ്റ്സ് പ്ലേ വേണോ ഹാർഡ് കോർ വേണോ എന്നൊക്കെ. പിന്നെ നിങ്ങൾ ഫ്രീ ഫയറും പബ്ജിയും കമൻറ്റ് ഇട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് കളിക്കത്തില്ല. ഗൈസ്, നിങ്ങൾ എൻ്റെ കൂട്ടുകാരൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അവൻ്റെ ചാനലിൻ്റെ പേരാണ് വോൾക്കാനോ 4455. ഓക്കെ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും പോരാട്ടമാണ്. അവൻ എന്നെക്കാളും കുറച്ച് ദിവസത്തിന് മുമ്പേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ അവനാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടി നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ കുറവാണ്. വേണ്ട, അതൊക്കെ എന്ത്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇടാനായിരുന്നു വീഡിയോ. അത് ഗ്രാനിയുടേതായിരുന്നു. ബട്ട് അന്ന് ഞാൻ ഇട്ടില്ല. എനിക്കിതില്ലായിരുന്നു, അന്ന് ഞാൻ ഇട്ടില്ല ഗൈസ്. ഗ്രാനി അങ്ങനത്തെ ഹൊറർ ഗെയിംസ് ഒക്കെ കണ്ടിട്ട് അത് നമ്മൾ കളിക്കുന്നതാണ്. ഒരു അടിയും കൊടുക്കില്ല ഗൈസ്. അങ്ങനെ അവിടെ വെച്ചൊരു വീഡിയോ ഒന്ന് കട്ട് ചെയ്തു. നമ്മൾ ഈ വില്ലേജിന്റെ പേടിച്ചു, നല്ലോണം പേടിച്ചു വില്ലേജിന്റെ ഏറ്റവും മണ്ടയിലെത്തിയില്ലെങ്കിലും കുറച്ചേലും എത്തിയില്ലോ.